അച്ഛാ, ഞാൻ ചെറിയൊരു അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിലാണ്. അടിയന്തരമായി 50,000 രൂപ വേണം. സ്വന്തം മകന്റെ അതേ ശബ്ദവും പ്രയാസവും കേട്ടു പരിഭ്രാന്തനായ അച്ഛൻ നിമിഷങ്ങൾക്കകം UPI വഴി ആ പണം ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം യഥാർത്ഥ മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ആ സത്യം അവർ തിരിച്ചറിയുന്നത്. ഫോണിൽ സംസാരിച്ചത് അവരുടെ മകനായിരുന്നില്ല. നിങ്ങളുടെ ഫേസ്ബുക്ക് ലൈവിൽ നിന്നോ ഇൻസ്റ്റഗ്രാം റീലുകളിൽ നിന്നോ എടുത്ത വെറും 3 സെക്കൻഡ് ശബ്ദം മതി അതേ ഈണത്തിലും ശ്വാസമെടുപ്പിലും നിങ്ങളായി മാറി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കാൻ. ബാങ്ക് പാസ്വേഡുകളോ OTPയോ ഇല്ലാതെ മനുഷ്യന്റെ വികാരങ്ങളെയും ഭയത്തെയും ചൂഷണം ചെയ്യുന്ന AI വോയിസ് ക്ലോണിംഗ് എന്ന അത്യന്തം അപകടകരമായ ഡിജിറ്റൽ കവർച്ചയെക്കുറിച്ചാണ് ദി കണക്റ്റഡ് ഹാബിറ്റാറ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരു കാലത്ത് റോബോട്ടുകളുടെ ശബ്ദം കേട്ടാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഡീപ്പ് ലേണിംഗ് സാങ്കേതികവിദ്യ ആ അതിർവരമ്പുകൾ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന സാങ്കേതികവിദ്യയിൽ നിന്ന് മാറി ജനറേറ്റീവ് AI ഉപയോഗിച്ചാണ് ഇന്ന് വോയിസ് ക്ലോണിംഗ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിച്ച്, ടോൺ, ശ്വാസമെടുക്കുന്ന രീതി, സംസാരത്തിലെ ഇടവേളകൾ, പ്രാദേശികമായ ഉച്ചാരണ ശൈലികൾ എന്നിവ കൃത്യമായി പഠിച്ചെടുക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ, വാട്സപ്പ് വോയിസ് നോട്ടുകൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ എന്നിവയിൽ നിന്നാണ് തട്ടിപ്പുകാർ നിങ്ങളുടെ ശബ്ദത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ഈ 3 സെക്കൻഡ് ഓഡിയോ സാമ്പിൾ ഒരു വോയിസ് ജനറേറ്റർ സോഫ്റ്റ്വെയറിലേക്ക് നൽകിയാൽ തട്ടിപ്പുകാർ ടൈപ്പ് ചെയ്ത് നൽകുന്ന ഏത് വാചകവും നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ പുറത്തുവരും. പഴയകാല സൈബർ തട്ടിപ്പുകളിൽ നിന്ന് വോയിസ് ക്ലോണിങ്ങിനെ തികച്ചും വ്യത്യസ്തവും അതിഭീകരവുമാക്കുന്നത് ചില പ്രധാന കാരണങ്ങളാണ്. OTPയോ ലിങ്കുകളോ ആവശ്യമില്ല. സാധാരണ തട്ടിപ്പുകളിൽ ബാങ്ക് വിവരങ്ങളോ അല്ലെങ്കിൽ തട്ടിപ്പിനാവശ്യമായ എക്സ്റ്റേണൽ ലിങ്കുകളോ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ആ രീതികളൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളുടെ ശബ്ദത്തിൽ വരുന്നൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടോ മാത്രമാണ് ഇതിൻ്റെ ആയുധം. വികാരങ്ങളെയും ഭയത്തെയും ചൂഷണം ചെയ്യുന്നു. അടിയന്തര മെഡിക്കൽ അത്യാഹിതം, വാഹനാപകടം അല്ലെങ്കിൽ പോലീസ് റെയ്ഡ്, അറസ്റ്റ് ഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് ആളുകളെ ഭയപ്പെടുത്തുന്നു. ചിന്തിച്ചു പ്രവർത്തിക്കാൻ സമയം നൽകാതെ നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഇരകളെ നിർബന്ധിതരാക്കുന്നു. കോളർ ID സ്പൂഫിംഗ്. നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ തെളിയുന്നത് നിങ്ങളുടെ മകന്റെയോ സുഹൃത്തിന്റെയോ യഥാർത്ഥ ഫോൺ നമ്പർ ആയിരിക്കും. ടെലികോം നെറ്റ്വർക്കുകളിലെ സാങ്കേതിക വിടവുകൾ ഉപയോഗിച്ച് നമ്പർ മാറ്റിക്കാണിക്കാൻ തട്ടിപ്പുകാർക്ക് കഴിയും. പ്രായം ചെന്നവരും സാധാരണക്കാരും ഇരകളാകും. സാങ്കേതിക വിദ്യയെക്കുറിച്ച് വലിയ അറിവില്ലാത്ത പ്രായമായ മാതാപിതാക്കളാണ് ഇതിന്റെ പ്രധാന ഇരകൾ. സ്വന്തം മക്കളുടെയോ പേരക്കുട്ടികളുടെയോ ദീനശബ്ദം കേൾക്കുമ്പോൾ അവർ മറുത്തൊന്നും ചിന്തിക്കാതെ കയ്യിലുള്ള തുക അയച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ ടെലികോം ഭീമനായ ഭാരതി എയർടെലിന്റെ സ്ഥാപകനും ചെയർമാനുമായ സുനിൽ ഭാരതി മിത്തലിന്റെ ശബ്ദം കൃത്രിമമായി നിർമ്മിച്ച് വിദേശത്തുള്ള അവരുടെ കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ തട്ടിപ്പുകാർ ഫോൺ വിളിച്ചു. സുനിൽ മിത്തലിന്റെ അതേ ഉച്ചാരണത്തിലും ശബ്ദത്തിലും സംസാരിച്ച AI വോയിസ് കമ്പനിയുടെ അടിയന്തര ആവശ്യത്തിനെന്ന പേരിൽ വലിയൊരു തുക ദുബായിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടു. എയർടെൽ പോലുള്ള ഒരു വമ്പൻ സാങ്കേതിക കമ്പനിയുടെ ബോസ് നേരിട്ട് വിളിക്കുകയാണെന്ന് കരുതിയ ഉദ്യോഗസ്ഥൻ ആ ശബ്ദത്തിലെ ആധികാരികതയും സമാനതയും കാരണം സെക്കൻഡുകൾക്കുള്ളിൽ ആ പണം ട്രാൻസ്ഫർ ചെയ്യാൻ തുനിഞ്ഞു. അവസാന നിമിഷം സുനിൽ മിത്തലിന്റെ ഒഫീഷ്യൽ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ സ്ഥിരീകരിച്ചതുകൊണ്ട് മാത്രമാണ് കോടിക്കണക്കിന് രൂപയുടെ ആ വലിയ തട്ടിപ്പ് ഒഴിവായത്. ഇന്ത്യൻ ടെലികോം രംഗത്തെ ഏറ്റവും വലിയൊരു തലവന്റെ ശബ്ദം പോലും AIക്ക് വെറും മിനിറ്റുകൾ കൊണ്ട് ഹാക്ക് ചെയ്യാമെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സാങ്കേതിക ഭീഷണിയെ പ്രതിരോധിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതലുകൾ ഇതൊക്കെയാണ്. ഫാമിലി പാസ്വേഡ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി മാത്രം പങ്കിടുന്ന ഒരു രഹസ്യ വാക്ക് തീരുമാനിക്കുക. അപകടത്തിലാണെന്ന തരത്തിൽ പണം ചോദിച്ചുള്ള ഏതൊരു കോൾ വന്നാലും ഈ കോഡ് ചോദിക്കുക. കോൾ കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കുക. അടിയന്തരമായി പണം ചോദിക്കുന്ന കോൾ വന്നാൽ ഉടൻ ഫോൺ കട്ട് ചെയ്യുക. ഫോൺ ബുക്കിൽ സേവ് ചെയ്തിട്ടുള്ള യഥാർത്ഥ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു സ്ഥിരീകരിക്കുക. വോയിസ് സാമ്പിളുകൾ പരിമിതപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്ന വീഡിയോകളും ഓഡിയോകളും പബ്ലിക്കായി പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ സൂചനകൾ ശ്രദ്ധിക്കുക. AI വോയിസുകളിൽ ചെറിയ തോതിലുള്ള റോബോട്ടിക് തടസ്സങ്ങൾ, ശ്വാസമെടുപ്പിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഇടവേളകൾ എന്നിവ ഉണ്ടാകാം. എപ്പോഴും ശാന്തത പാലിച്ച് കാര്യം വിശകലനം ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഡിജിറ്റൽ സുരക്ഷാ രീതികളും മാറേണ്ടതുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വിവരങ്ങൾ കേവലം ഒരു വീഡിയോയായി കാണാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളിലേക്കും എത്തിക്കുക.
സാങ്കേതികവിദ്യയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇത്തരം അസാധാരണ ബന്ധങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചും അറിയാൻ ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടെക് ഡോക്യുമെന്ററിയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.